അപ്പോൾ ഇന്ന് നമുക്ക് ജാസ്മിൻ ജാഫറെ പറ്റി പറയാം. ബിഗ് ബോസിലെ ഒരു മികച്ച മത്സരാർത്ഥി എന്ന് പലരും പറയുന്ന ജാസ്മിൻ ജാഫർ. അപ്പം കപ്പ് ജിൻഡോ നേടിയെങ്കിലും ടോപ്പ് 2-ൽ എത്തേണ്ട ഒരു മത്സരാർത്ഥി, ജിൻഡോടൊപ്പം ലാലേട്ടൻ്റെ കൈ പിടിച്ച് നടക്കേണ്ട ഒരു വ്യക്തിയായിട്ട് പലരും പറയുന്ന ജാസ്മിൻ ജാഫർ അല്ലേ. ജാസ്മിന് എല്ലാവരും ഇങ്ങനെ പുകഴ്ത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ജാസ്മിൻ ഇത്ര പുകഴ്ത്താൻ ജാസ്മിൻ എന്താ ബിഗ് ബോസ് ചെയ്ത് മനസ്സിലാകുന്നില്ലേ. ഒരു കാര്യം പറയാം, ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ പലരും ഉണ്ടായിരുന്നു. എനിക്ക് ഈ പ്രാവശ്യത്തെ സീസൺ 6 എന്ന് പറയുന്നത് ബ്രില്യൻ്റായ മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്നുള്ള ഇതൊന്നും എനിക്ക് തോന്നിയില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പലരെയും എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ജാസ്മിനെക്കാട്ടിലും മികച്ച ഗെയിമർ നമ്മുടെ ഗബ്രി തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ ജാസ്മിൻ്റെ വിജയം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഗബ്രിയുമായിട്ട് കൂട്ടിച്ചേർത്തതാണ്. ഗെയിമിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് ജാസ്മിനാണെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ജാസ്മിൻ അവിടെ എന്താ ഗെയിമാണ് കാണിച്ചത്? ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കോംബോ അതില്ലായിരുന്നെങ്കിൽ ജാസ്മിൻ തികഞ്ഞ പരാജയമായിരുന്നു. പല ടാസ്കുകളും നമ്മൾ എടുത്തു നോക്കാം. ഉദാഹരണമായിട്ട് ക്യാപ്റ്റൻസി ടാസ്ക്. ജാസ്മിൻ ക്യാപ്റ്റനായ ടാസ്കിൽ ആരാ കളിച്ചത്? ഗബ്രി കളിച്ചു, ജാസ്മിൻ ക്യാപ്റ്റനായി എന്ന് പറയാം അല്ലേ. ഗബ്രി ജാസ്മിന് വേണ്ടി ക്യാപ്റ്റൻ. പവർ ടീമിൽ കയറ്റിയത് ആരാണ്? അതും ഗബ്രിയാണ്. അപ്പം ഗബ്രി കളിച്ചു, ജാസ്മിൻ ക്യാപ്റ്റനായി, പവർ ടീമിൽ കയറി എന്ന് മാത്രമേ എനിക്ക് തോന്നൂ. ഈ ജാസ്മിൻ സ്വന്തമായിട്ടൊരു കളി ജയിച്ചതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡിൽ ഒരു നട്ടുമൊക്കെ എടുത്ത് വെച്ച് അർജുനെ തോപ്പിക്കുന്നവരുണ്ട്. അതൊരു കള്ളക്കളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോന്നും അത് ജാസ്മിൻ്റെ വിജയമായിട്ട് നമുക്ക് എടുക്കാം. ഈ ടോപ്പ് 2-ലേക്ക് ടോപ്പ് 5-ലേക്ക് ടിക്കറ്റിന് വേണ്ടി ഒരു ടാസ്ക് നടന്നു. അതിന് അഭിഷേക് ജയിച്ച ടാസ്കിൽ അന്ന് ജാസ്മിന് കിട്ടിയത് പോയിന്റ് വെറും 2 പോയിന്റാണ്. ഒന്ന് കിട്ടിയത് നമ്മുടെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ജാസ്മിൻ പൊരുതി നേടി എന്ന് പറയുന്ന ആ പോയിന്റ്. അത് കള്ളക്കളിയിലൂടെയാണ് ലഭിച്ചതെന്ന് ഒരു വാദം മറുവശത്തുണ്ട്. അത് നമുക്ക് മാറ്റിവെക്കാം. പിന്നെ ഒരു പോയിന്റ് കണ്ടുമാണ് കിട്ടിയത്. എന്നിട്ട് ജാസ്മിൻ ഗെയിമിലൊക്കെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്ന് പറയുന്നു. എനിക്കത് മനസ്സിലാകുന്നില്ല. പിന്നെ കണ്ടന്റ് വൈസ് ജാസ്മിൻ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ കണ്ടന്റ് കൊടുത്തു? ഒന്ന്, വൃത്തിയില്ലായ്മയുടെ കാര്യത്തിൽ കണ്ടന്റ് കൊടുത്തു. മറ്റൊന്ന്, ഗബ്രി ജാസ്മിൻ കോംബോ കണ്ടന്റ് കൊടുത്തുകൊണ്ടേയിരുന്നു. രാത്രിയിലെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇങ്ങനെ കണ്ടന്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ അല്ലേ. പിന്നെ പലരെയും ഓടാ ഏടാ പ്രായം മറന്ന് പലതരം ഭാഷകൾ ഉപയോഗിച്ച് കണ്ടന്റുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. പലപ്പോഴും തന്തയ്ക്കൊക്കെ വിളിച്ച് കണ്ടന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി നോറയെ നമ്മൾ പലപ്പോഴും കുറ്റം പറയും. കരയുന്നു, മെഴുകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. നോറയ്ക്ക് അത്രയും തന്നെ കരച്ചിൽ റാണി തന്നെയായിരുന്നു നമ്മുടെ ജാസ്മിൻ. കാരണം ബിഗ് ബോസ് വിളിക്കുന്നു, ജാസ്മിൻ്റെ കരച്ചിന് മാറ്റുന്നു, പിന്നെ പറഞ്ഞു വിടുന്നു. ഇതൊക്കെ നമ്മൾ ലൈവിൽ കണ്ടതാണ്. പിന്നെ ജാസ്മിന് കൊടുത്തുകൊണ്ടിരുന്ന ഈ കണ്ടന്റുകൾ ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഗബ്രി ജാസ്മിൻ തമ്മിലുള്ള കോംബോ അത് തന്നെയാണ് കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ജിൻഡോയായിട്ട് എതിരിടുന്നു, അവിടെ തന്നെ ഫൈറ്റ് നടത്തുന്നു, പ്രൊമോയിൽ വരുന്നു. ഇതൊക്കെ ഒരു കണ്ടന്റ് ആയിരിക്കാം. ഞാനതാണ് പറഞ്ഞത്, മറ്റുള്ളവർ ഇതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തതുകൊണ്ടാണ് ജാസ്മിനെ ഒരു മികച്ച പോരാളിയായിട്ട് നമ്മൾ വാഴ്ത്തുന്നത് എന്നുള്ളത് സത്യം തന്നെ. ഇപ്പം ഒരുപക്ഷെ നമ്മുടെ റോക്കി, പുറത്തായ റോക്കി, അതുപോലെ ഫിബിൻ,
ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഗെയിം തന്നെ ചേഞ്ച് ഉണ്ടായേനെ. എനിക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസിലെ 2 മികച്ച ഗെയിമർമാരായിരുന്നു റോക്കിയും ഫിബിനും. ഒരുപക്ഷെ പൂജയും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടോപ്പ് 5 എത്തുവാണെങ്കിൽ ജാസ്മിൻ്റെ പൊടി പോലും കാണത്തില്ലായിരുന്നു കണ്ടുപിടിക്കാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 2 പേരും കൂടെ ഫിബിനും പൂജയും അതുപോലെ റോക്കിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറയിക്കുന്ന രീതിയിലേ ആയിരിക്കത്തില്ല ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുന്നത്. ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പം അവിടെ തമ്മിൽ ഭേദം എന്നുള്ള രീതിയിലാണ് ജാസ്മിനും അർജുനും ഒക്കെ ടോപ്പ് 5 വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ജിൻഡോ ഏതായാലും ടോപ്പ് 5 ഉറപ്പാണ്. ജിൻഡോയ്ക്ക് കപ്പ് കിട്ടുമെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നില്ല. ഇവരെല്ലാവരും ഉണ്ടായിരുന്നു, ഫിബിനും റോക്കിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷേ ജിൻഡോ ടോപ്പ് 5 ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഈ അർജുൻ്റെയോ ഋഷിയുടെയോ അഭിഷേകിൻ്റെയോ പിന്നെ അഭിഷേക് ഒരു പക്ഷേ ടോപ്പ് 5 വന്നേക്കാം. പിന്നെ ബാക്കിയുള്ളവരെയൊന്നും കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആ ടോപ്പ് 5 ഇപ്പോഴത്തെ ജിൻഡോ മാത്രം നമുക്ക് ഏകദേശം ഉറപ്പ് പറയാൻ പറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും ടോപ്പ് 5 എത്തും എന്ന്. പിന്നെ യഥാർത്ഥത്തിൽ ജാസ്മിനേക്കാൾ മികച്ച ഗെയിമർ ഗബ്രി തന്നെയാണ്, അത് ഉറപ്പുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ഈ സീസൺ കണ്ട ഒരു മികച്ച ഗെയിമർ തന്നെയാണ് ഗബ്രി. ഗബ്രിയെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. ഏത് ടാസ്ക് വന്നാലും അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി തന്നെയാണ് ഗബ്രി കളിക്കുന്നത്. അത് ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ്റെ ഗെയിമുകളെല്ലാം നമ്മൾ എടുക്കുമ്പോഴത്തേന് മനസ്സിലാകാൻ പറ്റും. ഒറ്റ ഗെയിം ജയിച്ചിട്ടില്ല. ഒന്നുകിൽ ലാസ്റ്റ് ചാൻസ് അല്ലെങ്കിൽ ലാസ്റ്റ് 1-2 ചാൻസുകളിലൊക്കെ പുറത്താകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ 2 പേരും കൂടെ നിന്ന് കോംബോ ആയിട്ട് നിൽക്കുമ്പം ഒരു സ്ട്രെങ്ത് ഒന്ന് വേറെ തന്നെ. അപ്പം ജാസ്മിൻ ടോപ്പ് 5 എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു ഗബ്രിക്ക് അവകാശപ്പെട്ടതാണ്. പലരും വേറെ ഒരു തരത്തിലാണ് പറയുന്നത്. ജാസ്മിൻ കപ്പ് നേടാത്തതിൻ്റെ കാരണം ഗബ്രിയാണെന്ന് പറയും. അതിന് പറയുന്ന കാരണം എന്നെ അത്ഭുതപ്പെടുത്തി. 2ാമത് ഗബ്രി ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പം അവർ തമ്മിലുള്ള കോംബോ വീണ്ടും വർക്കൗട്ട് ആയതാണ് ജാസ്മിന് കപ്പ് പോയത് എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ചിരിക്കാനല്ല, അതൊന്നും പറയാനില്ല. കാരണം ഗബ്രി അവിടെ പറഞ്ഞു കൊടുത്തത് എന്ന് പറയുന്നത് പുറത്തെ നെഗറ്റീവും അതുപോലെ നമ്മൾ തമ്മിൽ ഇച്ചിരി അകൽച്ച പാലിച്ച് നിൽക്കണം എന്നൊക്കെ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. പലപ്പോഴും ഗബ്രി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതും നമുക്ക് ലൈവിൽ കാണാൻ പറ്റും. ആ ബാത്റൂം ഏരിയ വെച്ചൊരു ഉമ്മ കൊടുത്തത് തന്നെ ഗബ്രി ഞെട്ടിപ്പോയി. സത്യം പറയാൻ അങ്ങോട്ട് ചെന്ന് ഉമ്മ കൊടുക്കുകയായി. അത് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ജാസ്മിനെ തന്നെയാണ് അവകാശപ്പെട്ടത്. പിന്നെ ചിലർ പറയുന്നത് കേട്ടു ജാസ്മിനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നു. ഈ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പലതും ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഡീഗ്രേഡ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യത്തെ ആഴ്ച ജാസ്മിൻ നല്ലൊരു ഗെയിമറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ വീഡിയോ വെച്ച് നോക്കി അറിയാൻ പറ്റും. അന്ന് ജിൻഡോയ്ക്കൊന്നുമല്ലായിരുന്നു ഞാൻ സപ്പോർട്ട് ചെയ്തത്. ആരാണ് മികച്ച് നിൽക്കുന്നത് വെച്ചാൽ അവരാണ് നമ്മുടെ ഗെയിമർ എന്നുള്ളതാണ്. പക്ഷേ ജാസ്മിൻ്റെ ചില പ്രവൃത്തികൾ നമുക്ക് ഇഷ്ടമില്ലാതെ വന്നപ്പോഴാണ് ജാസ്മിനിൽ നിന്ന് നമ്മൾ തെന്നി മാറുന്നത്. നമുക്കിതൊന്നും അങ്ങോട്ട് രക്ഷിക്കത്തില്ല, പ്രത്യേകിച്ച് ഇതൊന്നും രക്ഷിക്കാനുള്ള പ്രായമല്ല. അതുകൊണ്ടാണ് പ്രശ്നം. അപ്പം ഇത് നമ്മളെപ്പോലെ തന്നെ ആയിരിക്കാം കുടുംബ പ്രേക്ഷകർ, അവർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു വാദം പറയുന്നത് കേട്ടു ജാസ്മിൻ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ജാസ്മിനെ ഡീഗ്രേഡ് നേരിട്ടു, അവൾ എന്നിട്ടും അവൾ പിടിച്ചു നിന്നില്ലേ എന്നൊക്കെയുള്ള വാദങ്ങൾ, അവളുടെ സ്ട്രെങ്ത് എന്താ എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാവുന്നത്. ഇത് ഉണ്ടാക്കി വെച്ചതാരാ? ജാസ്മിൻ തന്നെ. ഇത് പുറത്ത് നെഗറ്റീവാണെന്ന് ജാസ്മിന് വ്യക്തമാണ്. എനിക്ക് തോന്നുന്നു ഈ സീസണിലെ മത്സരാർത്ഥിയായ ജാസ്മിന് കിട്ടിയ അത്രയും പുറത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റിയ ഒരു മത്സരാർത്ഥിയും ബിഗ് ബോസ് ഒരു സീസണിലും ഇല്ലെന്ന്. കാര്യം വാപ്പ വിളിക്കുന്നു, സംസാരിക്കുന്നു, അതുപോലെ തന്നെ പുറത്തെ പല കാര്യങ്ങൾ അറിയുന്നു, എന്തൊക്കെ നടന്നിരിക്കുന്നു. എന്നിട്ട് പോലും ഭയങ്കര മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയല്ലേ ജാസ്മിൻ എന്ന് പോയിട്ടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ചിരി തന്നെ ആവർത്തിക്കാനാണ് എനിക്ക് തോന്നുന്നത്.
അപ്പം ജാസ്മിൻ എന്ന് പറയുന്നത് നെഗറ്റീവിലൂടെ ടോപ്പ് 5-ലെത്തിയ ഒരു മത്സരാർത്ഥിയായിട്ട് ആ ഗണത്തിൽപ്പെടുത്താനാണ് എനിക്കിഷ്ടം. കാര്യം നെഗറ്റീവ് ഇല്ലായിരുന്നെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയില്ല. പോസിറ്റീവായിട്ട് അവൾ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളത് നിസ്സംശയം എൻ്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത്. ഞാൻ നോക്കി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ ജാസ്മിനും ടോപ്പ് 5-ലേക്ക് വന്നു എന്നേ. പിന്നെ ഒരു വാദം പറയുന്നത് കേട്ടു, ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം വെറും 1500 എന്ന് പറഞ്ഞുകൊണ്ട് BGM ഒക്കെ ഇട്ട് ജാസ്മിൻ അനുയായികൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലാകുന്നില്ല. അർജുനും നമ്മുടെ ജിൻഡോയും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 10%. അതായത് 100 വോട്ട് വീഴുമ്പോൾ 40 വോട്ട് ജിൻഡോയ്ക്ക് വീഴുകയാണെങ്കിൽ 39.something, അത് 40 വോട്ട് ജിൻഡോയ്ക്ക് വീഴുകയാണെങ്കിൽ 30 വോട്ട് അർജുന് വീഴുകയാണ്, 29.something. അപ്പോൾ 70 വോട്ട് അവർ രണ്ടുപേരും കൂടെ പിടിക്കും. ബാക്കി 30 വോട്ടാണ് അഭിഷേകും ഋഷിയും ജാസ്മിനും ചേർന്ന് പിടിക്കുന്നത് അല്ലേ. അത് 15 വോട്ട് ജാസ്മിൻ്റെ ആയിക്കോട്ടെ, 15 വോട്ട് അവർ രണ്ടുപേരും കൂടെ എടുത്തോട്ടെ, അഭിഷേകും. എന്നാലും അവർ തമ്മിൽ ആദ്യ സ്ഥാനക്കാരനും ജാസ്മിനും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 25 വോട്ട്. 100 വോട്ടിൻ്റെ കാര്യം എടുത്തപ്പോഴാണ് പറഞ്ഞത് 25 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. എന്നിട്ട് പറയുന്നത് പൊക്കുക 1500 വോട്ടിൻ്റെ വ്യത്യാസമാണ്. ഇതൊക്കെ ഈ മൂളയില്ലാത്തവ, ഇതൊന്നും കേൾക്കാത്തതും കാണാത്തവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും. അർജുനും നമ്മുടെ ജിൻഡോയും തമ്മിലുള്ള വ്യത്യാസം തന്നെ 2 ലക്ഷം വോട്ടിന് മുകളിലേക്ക് പോകും, 10% ആകുമ്പോഴത്തേന്. അതുപോലും മനസ്സിലാക്കാതെ ഇങ്ങനെ വാഴ്ത്തി പുകഴ്ത്തുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ജാസ്മിൻ അവിടെ ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ മാത്രം ഒപ്പായി, എൻ്റെ വീക്ഷണകോണിൽ ഞാൻ നോക്കി കാണുമ്പോഴുള്ള പ്രശ്നമാണ്. ഓരോരുത്തർക്കും അവരുടേതായ വീക്ഷണകോണ് കാണും, അവർ നോക്കി കാണുന്നതിൻ്റെ പ്രത്യേകത കാണും. ഞാനൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ജാസ്മിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ജാസ്മിനെ കൊണ്ട് ജാസ്മിൻ്റെ നെഗറ്റീവ് ജാസ്മിന് പോസിറ്റീവായി മാറി, ടോപ്പ് 5-ലെത്തി. അത് പുറത്ത് എന്തുമാത്രം നെഗറ്റീവ് വന്നു അതൊക്കെ ജാസ്മിന് കൈകാര്യം ചെയ്യാവുന്ന വിഷയമായിരിക്കാം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ നെഗറ്റീവൊക്കെ ജാസ്മിന് ജീവിതത്തിൽ പിന്നെ പോസിറ്റീവായിട്ട് വന്നു. 10 പേര് അറിയാൻ പറ്റി, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മൾ പറയുന്നില്ലേ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും അതിലൂടെ കിട്ടുന്നൊരു പ്രശ്നം 10 പേര് അറിയുന്നൊരു ഐപ്പുണ്ട്. ഭാവിയിൽ എപ്പോഴും നെഗറ്റീവ് അങ്ങായിരിക്കത്തില്ല, പിന്നെ അത് പോസിറ്റീവ് നമുക്ക് മാറ്റി മാറ്റി എടുക്കാൻ പറ്റും. അത് ഒരു ജീവിത വിജയത്തിന് ജാസ്മിനെ സഹായിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഗബ്രിക്ക് എന്ത് കിട്ടി? ടോപ്പ് 5 എന്ന് പറയുന്ന സാധനം പോലും കിട്ടിയില്ല, കുറച്ച് നെഗറ്റീവ് മാത്രം കിട്ടിയില്ലേ. രണ്ടാമത് ബിഗ് ബോസിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇതേപോലെ ഈ ചെറുക്കൻ എല്ലാവരുമായിട്ട് ഇടപെട്ട് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ടോപ്പ് 5-ലെത്തേണ്ട ഒരു മത്സരം. ഒരു പക്ഷേ ജിൻഡോയും ഗബ്രിയും കൂടെ ആയിരിക്കും ഒരു പക്ഷേ ലാലേട്ടൻ കൈ പിടിച്ച് നടക്കേണ്ടി വരുന്നത്. അർജുനേക്കാട്ടും മികച്ച ഗെയിമർ ഗബ്രി തന്നെയാണ് 100% പറയാം. പക്ഷേ എന്നിട്ടും ഗബ്രി പുറത്തായി. അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഗബ്രിക്ക് നെഗറ്റീവാണ് കൊടുക്കുന്നത്, ജാസ്മിന് പോസിറ്റീവ്. ജാസ്മിൻ മെൻ്റൽ സ്ട്രെങ്ത്, ഗബ്രി വളരെ മോശപ്പെട്ടു. ഗബ്രി ഉള്ളത് കൊണ്ടാണ് ജാസ്മിൻ കപ്പ് കിട്ടാത്തതെന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇതാ ഞാൻ പറയുന്നത്. ഈ ഭക്ഷണം എന്തായാലും അറിഞ്ഞു വിളമ്പണം എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നമ്മൾ കൊടുക്കേണ്ടിടത്തെ സ്നേഹം കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചടി നേരിടും എന്ന് ഗബ്രിയുടെ വിഷയം നമ്മളെ പഠിപ്പിച്ചിരുന്നു. ഏതായാലും ഈ സീസണിലെ ഈ നെഗറ്റീവ് വരും സീസണിൽ ഇതെല്ലാം എല്ലാവർക്കും ഒരു പാഠമാകും എന്നെനിക്ക് തോന്നുന്നു. അപ്പം ജാസ്മിനെ പുകഴ്ത്തുന്നവരോട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിചാരിക്കുക. ഞാൻ എൻ്റെ വിചാരം പങ്കുവെച്ചതേ ഉള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും എത്താം. ഓക്കെ, ബൈ.